ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഇത്തരം ഒരു ആശയം എങ്ങനെ രൂപപ്പെട്ടു എന്ന് പരിശോധിക്കാം. ഗതാഗത രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമായ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് 8 വരി 6 വരി പാതകളെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് എതിർപ്പുകളുടെ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം പാതകൾ കേരളത്തെ രണ്ടായി മുറിക്കും എന്നതായിരുന്നു. അത് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഗുരുതരമായ ആഘാതം സൃഷ്ടിക്കും എന്നൊരു ഭീതി നിലവിലുണ്ടായിരുന്നു. ഈ ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ 2018 ഒരു മഹാപ്രളയം വന്നപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ ഒരു ഗതാഗത മാർഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു തുടങ്ങി. അവിടെയാണ് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉൾനാടൻ ജലഗതാഗത പാതയുടെ സാധ്യതയും പ്രസക്തിയും ഉരുത്തിരിഞ്ഞു വന്നത്. അത്തരം ഒരു പാത കേരളത്തിൻ്റെ ഗതാഗത ആവശ്യങ്ങൾക്കുള്ള മറുപടി എന്ന പോലെ പ്രളയം പോലുള്ള പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള അടിസ്ഥാന വികസനം കൂടിയാണ്. എന്താണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി? 2006 സംസ്ഥാനത്ത് 2 അറ്റങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജലപാത എന്ന ആശയം ഔദ്യോഗികമായി ചർച്ചയിലേക്ക് ഉയർന്നു വന്നത്. 2018 പദ്ധതിക്ക് പുതുജീവൻ കൈവന്നത്. 2021-22 കോവളം മുതൽ ബേക്കൽ വരെയുള്ള കനാലിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി രൂപം നൽകി. 2023 കിഫ്ബി വഴി 2556 കോടി രൂപ പദ്ധതിക്കായി അനുവദിച്ചു. പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കൽ, കനാൽ പുനരുജ്ജീവനം, പുനരധിവാസം എന്നീ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു അത്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത 40 മീറ്റർ വീതിയിലും 2.20 മീറ്റർ ആഴത്തിലും വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ വലിയ തോതിലുള്ള ചരക്ക് നീക്കം സാധ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗതാഗതം, ടൂറിസം, ചരക്ക് നീക്കം, സാമ്പത്തിക വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് ഉൾനാടൻ ജല ഇടനാഴിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. തെക്ക് കോവളം മുതൽ വടക്ക് നീലേശ്വരം വരെ നീണ്ടുകിടക്കുന്ന 590 കിലോമീറ്റർ ദൂരമാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ പാത എന്നുള്ളത്. സംസ്ഥാനത്തെ 11 ജില്ലകളിലൂടെയും നിർദ്ദിഷ്ട പാത കടന്നു പോകുന്നുണ്ട്. തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശ്ശൂരിലെ ചേറ്റുവ വരെയുള്ള 225 കിലോമീറ്റർ വരുന്ന പാതയുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. പാതയിലെ വർക്കലയിലെ ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കി വരുന്ന പ്രദേശങ്ങളെല്ലാം പ്രവർത്തന സജ്ജമായി എന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ആക്കുളം ചേറ്റുവ പാതയിലെ വർക്കല ചിലക്കൂരിലെ തുരങ്കത്തിൻ്റെ നവീകരണം ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. പാത ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി തുരങ്കത്തിൽ ഇൻഫോടൈൻമെൻറ്റ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൻ്റെ ചരിത്രവും ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യവും ഉൾപ്പെടുന്നതായിരിക്കും ഷോ എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അപ്പോൾ ഈ ഒരു പാതയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ മറ്റു ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിക്ക് അതിവേഗം കൈവരികയും ഈ പാത ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് മാറുകയും അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും കേരളത്തിൻ്റെ വികസനത്തെയും അതേപോലെ കേരളത്തിൻ്റെ ടൂറിസം സെക്ടറിനെയൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമായ ഒരു പദ്ധതിയെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് എല്ലാം വേണ്ടത് ഈ ഗവൺമെൻറ് തുടരുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് LDF തുടരണം എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഈ പടിഞ്ഞാറൻ തീരപ്രദേശ ജലപാത എന്നുള്ളത്.